ഈ സാധനങ്ങളെല്ലാം സ്പോൺസർ ചെയ്തത് നമ്മുടെ മാമൻ. നാടൻ കോഴി പെരട്ടും ഇളക്കിയത് അല്ലല്ല അവിച്ചത്. അങ്ങനെ ഞങ്ങൾ ഈവനിങ് കാര്യങ്ങളും തമാശകളും എല്ലാം പറഞ്ഞ് ചിരിച്ച് ഒരു വഴിക്കായി ഇരുന്നപ്പോഴായിരുന്നു നമ്മുടെ വാവച്ചിയുടെ അച്ഛൻ്റെ വരവ്. വേറൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മരിച്ചിനി അവിച്ചത് നാടൻ കോഴിപ്പുരട്ട്. എൻ്റെ പൊന്നോ പറയാതിരിക്കാമോ, എന്തൊരു ടേസ്റ്റായിരുന്നു. ഈ ചക്കപ്പഴം കൊണ്ട് വെകിളി പിടിച്ച പിള്ളേരെ പോലെ ഞങ്ങളെല്ലാം കൂടെ കൈയിട്ട് വാരി അങ്ങ് കഴിച്ചു. അത്രയും ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. സംഭവം മാമൻ്റെ കൂട്ടുകാരനുണ്ടാക്കി കൊടുത്തു വെച്ചതായിരുന്നു. ആൾ ഇത്രയും വലിയൊരു പുലിയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നു. ബ്രോയിലർ കോഴി കഴിച്ച് ഞാൻ നാടൻ കോഴി അങ്ങനെ കഴിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ അപാര ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നാടൻ കോഴി പുരട്ടിൻ്റെ ഒരു ബിഗ് ഫാനായിട്ട് മാറിയിരിക്കും. സംഭവം പവർ കട്ടായിരുന്ന സമയത്തായിരുന്നു ഫുഡ് കൊണ്ടുവന്നത്. ഞങ്ങൾ കറണ്ട് വരാനുള്ള ഒരു സാവകാശം പോലും കൊടുത്തില്ല. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഇങ്ങനെയൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണല്ലേ. അങ്ങനെ ഒരു തരി പോലും മിച്ചം വെക്കാതെ ഞങ്ങൾ എല്ലാ ഫുഡും കഴിച്ചു തീർത്തു ഗൈസ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. ടാറ്റ ബൈ ബൈ, സീ യു.